നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ മത്സരത്തിൽ ഇത്തവണ കേരളത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തിരുവനന്തപുരമാണെന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാവുകയില്ല. BJPയുടെ കേരളത്തിലെ സ്റ്റാർ മത്സരാർത്ഥി സുരേഷ് ഗോപി ആണെങ്കിലും മുൻപെങ്ങും കാണാത്ത വിധം തീപാറുന്ന പോരാട്ടത്തിനാണ് തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇത്രയും കാലം ഒരു ഒത്ത എതിരാളിയെ കിട്ടാതിരുന്ന ശശി തരൂരിനെ എന്നാൽ മലർത്തിയടിക്കാനുള്ള പടപ്പുറപ്പാടുമായാണ് രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് പറന്നത്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു ത്രികോണ മത്സരവും ഇല്ലെന്നും BJP മാത്രമാണ് അവരുടെ ഊർജ്ജസ്വലവും പ്രൊഫഷണലുമായ വോട്ടെടുപ്പ് പ്രചരണത്തിലൂടെ വലിയ വെല്ലുവിളി ഉയർത്തുന്നത് എന്നുമാണ് ശശി തരൂർ തുറന്നടിച്ചത്. തിരുവനന്തപുരത്ത് ഇടതുപക്ഷം സമ്പൂർണമായും അപ്രസക്തമാണെന്നും മത്സരം കോൺഗ്രസും BJPയും തമ്മിൽ മാത്രമാണെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു. പന്ന്യൻ രവീന്ദ്രന് അവിടെ ഒരു സ്വാധീനവും ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം എന്തിനാണ് മത്സരിക്കുന്നതെന്നും തരൂർ സൂചിപ്പിച്ചു. പ്രചരണം തുടങ്ങിയ സമയത്ത് ത്രികോണ മത്സരം എന്ന പ്രതീതിയായിരുന്നു. പക്ഷേ 2-3 ആഴ്ച കഴിഞ്ഞതോടെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. ഇവിടെ LDF വലിയ മത്സരം കാഴ്ചവെക്കുന്നില്ല. പന്ന്യൻ എന്റെ വലിയ സുഹൃത്താണ്, അദ്ദേഹം നല്ല മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രചരണം വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കുന്നില്ല. എന്തിനാണ് ഇവർ മത്സരിക്കുന്നത് എന്നതാണ് പലരുടെയും ചോദ്യം. NDAയിൽ നിന്ന് തന്നെയാണ് വെല്ലുവിളി ശശി തരൂർ പറഞ്ഞു. ശശി തരൂരിന്റെ ഈ വാക്കുകൾ എതിരാളികളെ മാത്രമല്ല സ്വന്തം പാർട്ടിക്കാരെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. സത്യം ഇതൊക്കെയാണെങ്കിലും ഇങ്ങനെയൊക്കെ തുറന്നു പറയാമോ എന്നതാണ് പലരും അടക്കം ചോദിക്കുന്നത്. നേരത്തെ ശശി തരൂരിനെ തുറന്ന സംവാദത്തിന് ക്ഷണിച്ച് രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നത് ഏറെ ശ്രദ്ധേയമായിരുന്നു. തന്റെ സമൂഹ മാധ്യമമായ എക്സിൽ ഇതിന് സമ്മതം തുറന്നു പറഞ്ഞുകൊണ്ട് തരൂര് മുന്നോട്ട് വന്നതോടെ രംഗം കൊഴുക്കുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മാതൃകയിൽ ഒരു തീവാറുന്ന തുറന്ന സംവാദം തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ശശി തരൂർ ഇത്രയും വർഷങ്ങളായി തിരുവനന്തപുരത്തിന് വേണ്ട ഒന്നും തന്നെ ചെയ്തിട്ടില്ല. തിരുവനന്തപുരത്തിന്റെ വികസനത്തിനായി ശക്തമായും പ്രായോഗികമായുമായ പദ്ധതികൾ കയ്യിലുണ്ടെന്ന് പറഞ്ഞാണ് രാജീവ് ചന്ദ്രശേഖർ തന്റെ തിരഞ്ഞെടുപ്പ് ക്യാമ്പിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൂടാതെ തനിക്കെതിരെ അസത്യ പ്രചരണങ്ങൾ നടത്തിയതിന് ശശി തരൂരിനും കോൺഗ്രസിനുമെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രാജീവ് ചന്ദ്രശേഖർ പരാതിയും നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് വസ്തുതകൾ ജനമധ്യത്തിൽ കൊണ്ടുവരുവാൻ ഒരു തുറന്ന സംവാദത്തിന് ശശി തരൂരിനെ രാജീവ് ചന്ദ്രശേഖർ വെല്ലുവിളിച്ചത്. ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും കൈവച്ച എല്ലാ മേഖലകളിലും വിജയക്കൊടി പാറിച്ച രാജീവ് ചന്ദ്രശേഖർ ഇത് പറയുമ്പോൾ മറ്റു നേതാക്കൾ പറയുന്നതിനേക്കാൾ ജനങ്ങളുടെ ഇടയിൽ വിശ്വാസ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ശശി തരൂരിനെ പിന്തുണച്ച പല ഘട്ടങ്ങളിലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനൊപ്പമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. എങ്കിലും തീരദേശത്തെ വോട്ടുകളാണ് ശശി തരൂർ തന്റെ പ്രധാന സ്രോതസ്സായി കണക്കാക്കുന്നതെന്നും വ്യക്തമാണ്. ഇടതുപക്ഷവും BJPയും തീരദേശത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവരെ കയ്യിലെടുക്കാനാണ് ശശി തരൂർ ശ്രമിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു സർക്കാരിനോടും പ്രദേശവാസികൾക്കുള്ള അതൃപ്തി വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് തരൂർ. എന്നാൽ അദാനി വിഷയത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന് അനുകൂലമായാണ് ശശി തരൂർ സംസാരിച്ചത് എന്ന ഒരു പ്രതികൂല ഘട്ടം ഉള്ളതുകൊണ്ട് എത്രമാത്രം ഈ പ്രചരണം വിജയിക്കുമെന്നതും കണ്ടറിയണം.